ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. പൂർണ്ണമായും രോഗിയെ പഴിചാരുകയാണവർ. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സ വഴി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സനിൽ പ്രമേഹ രോഗിയാണെന്നും ഭക്ഷണം നിയന്ത്രിക്കാത്തതിനെ തുടർന്നാണ് അണുബാധ സംഭവിച്ചത് എന്നുമാണ് ഇൻസൈഡ് ഡർമ ക്ലിനിക് മാനേജർ ഷിലീഷ്യ പറയുന്നത്. മുൻപ് ചികിത്സ തേടിയിട്ടുള്ളവർക്ക് ഇത്തരം അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ഷിലീഷ്യ പറയുന്നു. അതേസമയം ചികിത്സിച്ച ഡോക്ടറുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചപ്പോൾ അവർ കൈമലർത്തുകയാണ്. വെളിപ്പെടുത്താനാവില്ല എന്നതായിരുന്നു മാനേജറുടെ മറുപടി. ആള് ഹെഡ് ബാഷിന് വന്നപ്പോ സമയത്ത് ആള് ഇവിടെ എന്താ പറയാ പ്രൊസീജിയറിന് വന്നേക്ക് മുമ്പ് ആൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പം ഷുഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി ചെയ്യണ സമയത്ത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് സർജറി കഴിഞ്ഞ് ഫുഡ് കുറച്ച് കൺട്രോൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ കൊടുത്ത മെഡിസിൻസ് എങ്ങനെ ആള് കഴിച്ചു അതൊന്നും നമുക്ക് അറിയില്ല. ഷുഗർ ആയിട്ടാണ് ആള് പോയിട്ട് ലൂർദിൽ അഡ്മിറ്റ് ആയത്, അല്ലാതെ ഇൻഫെക്ഷൻ ആയിട്ടല്ല. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ആളുടെ ഫുഡ് നമുക്ക് വീട്ടിൽ പോയിട്ട് എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മള് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് പുള്ളിക്കാരന് ഷുഗർ ഉണ്ട്. അത് ആള് എന്താ പറയാ, നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ആള് ഫോൺ എടുക്കില്ല. നമ്മള് മാക്സിമം ആൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായിരുന്നത്? ഇത് ഡോക്ടർ പ്രണയ, പിന്നെ സാറ് ഡോക്ടർ ശരത്ത്, രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്. ശരത്തിനെ ട്രീറ്റ് ചെയ്തത്? അതെ അതെ, ഡോക്ടർ ശരത്ത്. പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു പറയാമോ? അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോ പറയും. എനിക്കത് പറയാനായിട്ട് ഉള്ള ഇതില്ല. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാണ്. ഇതാണ് ആശുപത്രി അധികൃതരുടെ മറുപടി. ആരാണ് കള്ളം പറയുന്നത് എന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിനൊടുവിൽ നമുക്ക് മനസ്സിലാകും.